നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കയ്യേറ്റങ്ങൾക്ക് പിന്തുണയില്ല. ഇടുക്കിയിലെ ക്വാറി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിച്ച ദേവികുളം സബ് കളക്ടറെ മാറ്റില്ലെന്ന് റവന്യൂ മന്ത്രി. ഇതു സംബന്ധിച്ച് ആരും ആവശ്യം ഉന്നയിച്ചിട്ടില്ല. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുമെന്നും E. ചന്ദ്രശേഖരൻ. വിശദീകരണം: ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് CPM സമരം തുടരുന്നതിനിടെ ജില്ലയിലെ പാറമടകളിൽ റവന്യൂ സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് കോടികളുടെ ക്രമക്കേട്. അന്വേഷണം വ്യാപിപ്പിച്ചാൽ 25 കോടിയിലേറെ പിഴ ഈടാക്കാൻ കഴിയുമെന്നും പ്രാഥമിക വിലയിരുത്തൽ. അതിനിടെ സബ് കളക്ടറെ മാറ്റാനുള്ള CPM സമരത്തിനെതിരെ CPIയും രംഗത്ത്. റവന്യൂ ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന സബ് കളക്ടറെ സർക്കാർ സംരക്ഷിക്കണമെന്ന് കാനം രാജേന്ദ്രൻ. ഒരു ഉദ്യോഗസ്ഥനെതിരെ പ്രത്യേക നിലപാട് വേണമെന്ന് ഒരു പാർട്ടിക്കോ ഭരണകൂടത്തിനോ പറയാനാകില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി. സ്വയം വിമർശനവുമായി CPM. പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പ്രതീക്ഷയ്ക്കൊത്തുയരാൻ മന്ത്രിമാർക്ക് സാധിക്കുന്നില്ല. പല വകുപ്പുകളും അനാവശ്യ വിവാദങ്ങളുടെ പിന്നാലെ പോകുന്നു. തുടർച്ചയായ വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ടെന്നും വിലയിരുത്തൽ. ഭരണം മാറിയത് പല പോലീസുകാരും അറിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ പ്രതിച്ഛായയെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു. ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടായ വിവാദങ്ങൾ സർക്കാരിനെ ദോഷകരമായി ബാധിച്ചുവെന്നും വിമർശനം. അതേസമയം വിമർശനങ്ങളിൽ സർക്കാരിനെ ന്യായീകരിച്ച് സീതാറാം യെച്ചൂരി. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ടു പോകും. സർക്കാരിനെ വിലയിരുത്തുന്നത് CPM ശൈലിയാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്നും യെച്ചൂരി. അധ്യക്ഷ ചർച്ചയിൽ ഹൈക്കമാൻഡ്. അമേരിക്കയിലെ വിദഗ്ധ ചികിത്സ പൂർത്തിയാക്കി സോണിയാഗാന്ധി മടങ്ങിയെത്തിയതോടെ KPCC അധ്യക്ഷ പദവിയിൽ ചർച്ചകളുമായി ഹൈക്കമാൻഡ്. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായും AK ആന്റണിയുമായും സോണിയ ചർച്ച നടത്തും. VM സുധീറിന്റെ രാജിക്ക് ശേഷമുള്ള പാർട്ടി സാഹചര്യങ്ങൾ വാസ്നിക് വിശദീകരിക്കും. അതിനിടെ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് ആവർത്തിച്ച് ഉമ്മൻചാണ്ടി. തിരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ തോൽവിയെ തുടർന്നാണ് സ്ഥാനങ്ങൾ വേണ്ടെന്ന തീരുമാനമെടുത്തത്. കോൺഗ്രസിൽ സംഘടനാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ആവശ്യമെന്നും ഇക്കാര്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചതാണെന്നും ഉമ്മൻചാണ്ടി. VM സുധീരന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CR മഹേഷ് പാർട്ടി വിട്ടതിന്റെയും ആഘാതത്തിൽ കോൺഗ്രസ്. തിരിച്ചടികൾക്ക് പുറമെ നാണക്കേടായി കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ KSU ഏറ്റുമുട്ടലും. കള്ളപ്പണക്കാർക്ക് അന്ത്യശാസനം. കള്ളപ്പണം വെളുപ്പിക്കാത്തവർക്ക് അവസാന മുന്നറിയിപ്പുമായി ആദായ നികുതി വകുപ്പ്. അനധികൃത നിക്ഷേപങ്ങൾ മാർച്ച് 31 മുമ്പ് വെളിപ്പെടുത്തിയില്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. നിർദ്ദേശം: കള്ളപ്പണം വെളുപ്പിക്കാനായുള്ള പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജന പദ്ധതി ഈ മാസം അവസാനിക്കാനിരിക്കെ സർക്കാർ നിർദ്ദേശം അവഗണിച്ച് കള്ളപ്പണം സൂക്ഷിക്കുന്നവരെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചതായി ആദായ നികുതി വകുപ്പ്. സമയപരിധി കഴിഞ്ഞ് പിടിച്ചെടുക്കുന്ന കള്ളപ്പണത്തിന് 85% നികുതിക്ക് പുറമെ നിയമ നടപടിയും നേരിടേണ്ടി വരും. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2730 രൂപ. പവൻ 21,840 രൂപ. വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.